നമസ്കാരം. അറബി ദിസ് വീക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്രമെഴുതി ട്രംപിൻ്റെ ഗൾഫ് പര്യടനം പൂർത്തിയായിരിക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ ട്രംപ് നടത്തിയ യാത്രയെ പരിശോധിക്കുകയാണ്. ചരിത്രപരമായ സന്ദർശനം പൂർത്തിയാക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് മടങ്ങിയത്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നായി ഏതാണ്ട് 4 ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കിയാണ് ട്രംപിന്റെ മടക്കം. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ തിരിച്ചെത്തിയ ട്രംപിന്റെ പ്രഖ്യാപനമായിരുന്നു ആദ്യ ഔദ്യോഗിക വിദേശരാജ്യ സന്ദർശനം സൗദി അറേബ്യയിലായിരിക്കുമെന്നത്. അന്നു മുതൽ ഗൾഫ് മേഖല വലിയ പ്രതീക്ഷയോടെയായിരുന്നു ട്രംപിന്റെ സന്ദർശനത്തെ നോക്കിക്കണ്ടത്. ഇസ്രായേൽ സന്ദർശനം പാടെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ട്രംപ് പശ്ചിമേഷ്യൻ പര്യടനം പൂർത്തിയാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. ചൊവ്വാഴ്ച രാവിലെ സൗദി റിയാദിലെത്തിയ ട്രംപ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സൗദി US നിക്ഷേപ ഫോറത്തിലും ഗൾഫ് US ഉച്ചകോടിയിലും പങ്കെടുത്തു. കിരീടാവകാശിയും വിവിധ രാഷ്ട്ര തലവന്മാരും പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തിയാണ് ബുധനാഴ്ചയോടെ റിയാദിനോട് ട്രംപ് യാത്ര പറഞ്ഞത്. ഗസയിൽ വെടിനിർത്തലിന് ആവശ്യമായ കൂട്ടായ പ്രവർത്തനം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് US GCC ഉച്ചകോടി സമാപിച്ചത്. സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാനുള്ള തീരുമാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടിയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ ഏതെങ്കിലും ഒരു കരാറിന്റെ ഭാഗമായി മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ഇറാനോട് ആവശ്യപ്പെട്ടു. ഉച്ചകോടിയോടനുബന്ധിച്ച് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായിയുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തി. ഗസയിലെ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കുവാനും പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആവശ്യപ്പെട്ടു. ഇതിനായി തങ്ങൾ അമേരിക്കയുമായി യോജിച്ച് പ്രവർത്തിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിറിയക്കെതിരായി ഏർപ്പെടുത്തിയ ഉപരോധം നീക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെയും ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. അതേസമയം ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുവാനും ബന്ദിമോചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സൗദിയും അമേരിക്കയും തമ്മിൽ ധാരണയായതായും ഉച്ചകോടിക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ അൽ ഫർഹാൻ രാജകുമാരൻ അറിയിച്ചു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് സൗദിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ നിന്ന് ഖത്തറിലെത്തിയ ട്രംപിനെയും ഉന്നതതല സംഘത്തെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തുടർന്ന് അമീരി ദിവാനിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നതായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പറഞ്ഞു. തുടർന്ന് വിവിധ പ്രതിരോധ വ്യാപാര കരാറുകളിൽ ഇരു നേതാക്കളും ഒപ്പുവെച്ചു. ബോയിങ് കമ്പനിയിൽ നിന്നും ഖത്തർ എയർവേസിനായി 160 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറാണ് ഇതിൽ പ്രധാനം. $200 ബില്യൺ വരുന്ന തുകയുടെ കരാർ ബോയിങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജെറ്റ് വിമാന കരാറാണ് എന്ന് ഒപ്പുവെക്കൽ ചടങ്ങിൽ ട്രംപ് അഭിപ്രായപ്പെട്ടു. അമേരിക്കയിൽ നിന്നും MQ-9B ആളില്ലാ വിമാനങ്ങൾ, FS-LIDS ആന്റി ഡ്രോൺ സംവിധാനം ഉൾപ്പെടെ വാങ്ങുന്നതിനുള്ള ധാരണാപത്രങ്ങളും കൈമാറിയിട്ടുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ നയതന്ത്ര പുരോഗതി ഉണ്ടാകുമെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച ട്രംപ് പക്ഷേ ഫലസ്തീൻ വിഷയത്തിൽ കാര്യമായ പ്രതികരണമൊന്നും നടത്തിയില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനകൾ ട്രംപിന്റെ സന്ദർശനത്തോടെ സജീവമായിട്ടുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ പൗരത്വമുള്ള തടവുകാരനായ എദാൻ അലക്സാണ്ടറിനെ കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ചത് ഗസയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ നടപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. എദാൻ അലക്സാണ്ടറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ വെബ്സൈറ്റായ ആക്സിയോസ് നടത്തിയ വെളിപ്പെടുത്തലിലും ഇതിന് സൂചനകളുണ്ട്. മോചനവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ ഹമാസിനെ ബോധ്യപ്പെടുത്തുന്നതിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി നിർണായക പങ്കു വഹിച്ചതായി മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 22 ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി വാഷിംഗ്ടൺ സന്ദർശിക്കുകയും ഹമാസിന്റെ പിന്തുണയോടെയുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള സമഗ്രമായ കരാർ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിർദ്ദേശത്തോടുള്ള വൈറ്റ് ഹൌസിന്റെ പ്രതികരണം അദ്ദേഹം ഹമാസിനെ അറിയിക്കുകയും കരാർ യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചതായും വെബ്സൈറ്റ് വെളിപ്പെടുത്തുന്നുണ്ട്. സൗദി ഖത്തർ സന്ദർശനത്തിന് ശേഷം വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE-യിലെത്തിയത്. UAE-യുടെ വ്യോമാതിർത്തി മുതൽ UAE സൈനിക വിമാനങ്ങളുടെ അകമ്പടി, തുടർന്ന് അബുദാബി വിമാനത്താവളത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നേരിട്ടെത്തിയുള്ള സ്വീകരണം. ഇത്തരത്തിൽ 17 വർഷത്തിന് ശേഷം ഒരു US പ്രസിഡന്റ് UAE-യിലെത്തിയപ്പോൾ രാജകീയ വരവേൽപ്പാണ് UAE നൽകിയത്. അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദ്, ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് എന്നിവരടക്കം പ്രമുഖരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. തുടർന്ന് UAE പ്രസിഡന്റിനൊപ്പം ട്രംപ് അബുദാബി ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ചു. പിന്നീട് ഖസർ അൽ വതനിൽ നടന്ന ചടങ്ങിൽ UAE-യുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് ട്രംപിന് UAE പ്രസിഡന്റ് കൈമാറി. വിവിധ മേഖലകളിൽ US-മായി UAE സഹകരിക്കുന്നുണ്ടെന്നും അടുത്ത 10 വർഷത്തിനുള്ളിൽ $1.4 ട്രില്യൺ നിക്ഷേപിക്കുമെന്നും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. ഇതിനു പുറമെ ഊർജം, വ്യവസായം, നിർമ്മിത ബുദ്ധി എന്നിവയിലുൾപ്പെടെ 200 ബില്യന്റെ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. കൂടാതെ അബുദാബിയിൽ പുതിയ UAE-US ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസ് തുറക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായിട്ടുണ്ട്. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് പള്ളി, എബ്രഹാമിക് ഫാമിലി ഹൗസ് എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം ട്രംപ് പിന്നീട് ഖസർ അൽ വതനിൽ ഷെയ്ഖ് മുഹമ്മദ് ഒരുക്കിയ ഔദ്യോഗിക സ്വീകരണത്തിലും പങ്കെടുത്തു. ഇത്തരത്തിൽ അറബ് രാജ്യങ്ങളുമായി സൗഹൃദം ഊട്ടിയുറപ്പിച്ചാണ് ട്രംപ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. ജിദ്ദയിലെ ചെങ്കടലുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്കാണ് ഇനി. ഇവിടെയുള്ള സ്ക്യൂബ ഡൈവിംഗ് സന്ദർശകർക്ക് അപൂർവ ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് ഈ കാഴ്ചകൾ ആസ്വദിക്കാനായി ഇവിടേക്ക് എത്തുന്നത്. ലോകത്ത് നീളം കൂടിയതും മനോഹരമായ കടൽ തീരങ്ങളിൽ ഒന്നാണ് ജിദ്ദയിലെ കോർണിഷ്. ചെങ്കടൽ തീരത്തും ചെങ്കടലിനടിയിലുമുള്ള അപൂർവ കാഴ്ചകൾ കാണാനും അനുഭവിക്കാനും ദിനംപ്രതി ജിദ്ദയിലെത്തുന്നത് പതിനായിരങ്ങളാണ്. സമീപകാലത്ത് വൻ വികസന പദ്ധതികളുമായി ജിദ്ദ കോർണിഷ് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുമുണ്ട്. സ്വദേശികളും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളും കടൽ കാഴ്ചകൾ ആസ്വദിക്കാൻ കടപ്പുറത്തേക്ക് എത്താറുണ്ട്. ഒബുഹൂർ ബീച്ചിൽ നിന്നുള്ള ബോട്ട് യാത്രയും സ്ക്യൂബ ഡൈവിംഗുമാണ് ഇപ്പോൾ ജിദ്ദയിലെ ട്രെൻഡ്. ബീച്ചിൽ നിന്നും ഏതാണ്ട് 1.5 മണിക്കൂറോളം കടലിലേക്ക് യാത്ര ചെയ്താൽ ഡൈവിംഗിന് അനുയോജ്യമായ നിരവധി സ്ഥലങ്ങൾ കാണാം. കാലത്ത് ഇത് നമ്മളെ ഈ ഫീൽഡിലേക്ക്, ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഫീൽഡിലേക്ക് കാര്യമായിട്ട് സ്വദേശികളുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിദേശികളാണ് കൂടുതലായിട്ട്, യൂറോപ്യൻസാണ് കൂടുതലായിട്ട്. മലയാളികൾ പണ്ടേ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഫീൽഡിലേക്ക്. കാരണം അവർക്ക് ഇത് എക്സ്പോസ് ചെയ്യാനും കണ്ടിട്ട് മറ്റുള്ളവരെ അറിയിച്ചിട്ട് അങ്ങനെയാണ് പിന്നീടും ആളുകൾ വരുന്നത്. സ്കൂബ ഡൈവിങ്ങിന് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. മനോഹരമായ കോറൽ റീഫുകളും 1200ഓളം ഇനം മത്സ്യവിഭവങ്ങളും ജൈവ വൈവിധ്യങ്ങളുമെല്ലാം ചെങ്കടലിനടിയിലെ അപൂർവ കാഴ്ചകളാണ്. ഷാർക്കുകളും കടലാമകളും ഡോൾഫിനുകളുമൊക്കെ കാണാം ഇവിടെ. മറ്റെവിടെയും കാണാത്ത ചെങ്കടലിൽ മാത്രം കാണുന്ന അപൂർവയിനം മത്സ്യങ്ങളും ഇവിടെയുണ്ട്. റെഡ് സീയിൽ 200-ലധികം വിവിധ തരത്തിലുള്ള കോറൽ റീഫുകൾ കാണാം. ഇവയിൽ പലതും ആഗോളതലത്തിൽ അപൂർവമായവയാണ്. റെഡ് സീ വളരെ അഭിമാനത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. കാരണം വ്യത്യസ്തമായിട്ടുള്ള മീനുകളും വ്യത്യസ്തമായിട്ടുള്ള കോറൽ റീഫുകളും ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ 1200-ലധികം മീനുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ 200-ലധികം റെഡ് സീയിൽ മാത്രം കാണപ്പെടുന്ന മീനുകളുണ്ട്. പിന്നെ അതേപോലെ ഡോൾഫിനുകൾ, ആമകൾ, അതേപോലെ തന്നെ ഷാർക്കുകൾ, ഒരുപാട് ഐറ്റം ഷാർക്കുകളും ഉണ്ട് ഇവിടെ. പിന്നെ ഈ കോറൽ റീഫുകൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള 200-ലധികം കോറൽ റീഫുകൾ തന്നെ ഉണ്ട്.
തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടി പറയാം, റെഡ് സീ ഒരു സ്വർഗം തന്നെയാണ്. 20 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഏത് സീസണിലും ചെങ്കടലിൽ ഡൈവ് ചെയ്യാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. നല്ലൊരു ഡൈവിംഗ് പരിശീലകൻ കൂടെയുണ്ടെങ്കിൽ നീന്തൽ പോലും അറിയണമെന്നില്ല. 10 വയസ്സിന് മുകളിലുള്ള ആർക്കും ഡൈവ് ചെയ്യാം. മലയാളികളായ പരിശീലകർ കൂടി ഈ രംഗത്ത് സജീവമായതോടെ ഡൈവ് ചെയ്യാനെത്തുന്ന മലയാളികളുടെ എണ്ണം സമീപകാലത്ത് വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. ഡൈവിംഗ് വിദഗ്ധരായ 3 മലയാളി സഹോദരങ്ങളുണ്ട് ഇവിടെ. കൊണ്ടോട്ടി ആൽപ്പറമ്പ് സ്വദേശികളായ യാസിർ, റാഫിദ്, റാഷിദ് എന്നിവർ. ഡൈവിംഗ് പരിശീലനം നൽകാൻ സൗദി വാട്ടർ സ്പോർട്സ് ആൻഡ് ഡൈവിംഗ് ഫെഡറേഷന്റെ ലൈസൻസ് ഉള്ള ഏക ഇന്ത്യക്കാരൻ കൂടിയാണ് റാഷിദ്. ചില ആളുകളൊക്കെ ഭയങ്കര പേടിയാണ് സ്കൂബ ഡൈവിംഗ് എന്നൊക്കെ പറയുമ്പോൾ. ഇത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് 6 ദിവസം കൊണ്ട്, ഇനി അഥവാ സ്വിമ്മിങ് അറിയാത്ത ആൾക്കാർക്ക് ഒരു 7-8 ദിവസം കൊണ്ട് സ്വിമ്മിങ് വരെ ട്രെയിനിങ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസ് ലോകത്തെ എവിടെയും നിങ്ങൾക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് വരെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ. പാടി ഓപ്പൺ വാട്ടർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾക്ക് ലോകത്തെ എവിടെയും 18 മീറ്റർ ഒരു ബഡിയുടെ കൂടെ സേഫായിട്ട് എങ്ങനെ ഡൈവ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഓപ്പൺ വാട്ടർ ഡൈവ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജിദ്ദയിൽ കപ്പലുകൾ മുങ്ങിക്കിടക്കുന്ന കേബിൾ റിക്ക്, അനൻ റിക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡൈവ് ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി പേർ എത്താറുണ്ട്. അപകടത്തിൽപ്പെട്ട് മുങ്ങിക്കിടക്കുന്ന കപ്പൽ കാണുന്നതൊപ്പം മനോഹരമായ സമുദ്രജീവികളെയും കോറൽ റീഫുകളും ഇവിടെ കാണാം. 27 മീറ്ററോളം കടലിനടിയിൽ പോയി വേണം കപ്പലുകൾ കാണാൻ. സ്കൂബ ഡൈവിംഗ് സർട്ടിഫിക്കറ്റ് പിന്നെ 10 വയസ്സ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ജൂനിയർ ഓപ്പൺ വാട്ടർ എന്ന് പറഞ്ഞ കോഴ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 14 വയസ്സിൻ്റെ മേലേക്ക് നമുക്ക് ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. നൈറ്റ് ഡൈവ് ചെയ്യുന്നവരുണ്ട്, റിക്ക് ഡൈവ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഒരുപാട് റിക്കുകളുണ്ട്. ചിക്കൻ റിക്ക്, ക്യാബിൾ റിക്ക്, പിന്നെ അതുപോലെ അനാർ റിക്ക്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സാഹസികതകളും നിറഞ്ഞിട്ടുള്ള യാത്രകൾ ഉള്ള കപ്പലുകൾ. അത് ഒരു റീഫിന് പോയിട്ട് ഇടിച്ചിട്ട് തകർന്ന് കിടക്കുന്ന ഒരുപാട് റിക്കുകളുണ്ട്. ഇതൊക്കെ വലിയ റിസ്ക് ഉള്ള സംഭവമൊന്നുമല്ല. നിങ്ങൾ ഈ ഡൈവിങ്ങിൻ്റെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള റിക്കുകളും അതുപോലെ ഈ 18 മീറ്റർ ഉള്ള ഡൈവിങ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് റിക്കുകളുണ്ട്. മാർബിൾ റിക്ക്, അതുപോലെ ചിക്കൻ റിക്ക്, ക്യാബിൾ റിക്ക്, അനാർ റിക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഈ ഡൈവിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്താൽ. സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമായ പല സ്ഥലങ്ങളുമുണ്ട് ഇവിടെ. ജിദ്ദയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഷാം ഉബ്ഹൂർ അത്തരത്തിലൊന്നാണ്. വിവിധ തരത്തിലുള്ള സമുദ്രജീവികളാൽ സമ്പന്നമായ ഈ പ്രദേശം രാത്രി ഡൈവിങ്ങിനും ഏറെ പ്രശസ്തമാണ്. മനോഹരമായ കോറൽ തോട്ടങ്ങൾക്കും വിവിധ തരത്തിലുള്ള മത്സ്യജാലങ്ങൾക്കും പ്രശസ്തമാണ് ദഹബാൻ. ജിദ്ദയ്ക്ക് സമീപമുള്ള ബയാദ ദ്വീപ് വെള്ള നിറത്തിലുള്ള മണൽക്കരകൾ കൊണ്ട് പ്രശസ്തമാണ്. ഡൈവിങ്ങിനും സ്നോർക്ലിങ്ങിനും അനുയോജ്യമായ സ്ഥലം. ജിദ്ദയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള ജബൽ അല്ലിത്ത് സമ്പന്നമായ സമുദ്രജീവികളും അപൂർവമായ കോറൽ റീഫുകളും കൊണ്ട് പ്രശസ്തമാണ്. നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മളെ തന്നെ തേടിയിട്ട് മലയാളികൾ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് കമ്പനികൾ അവരുടെ സ്റ്റാഫിന് വേണ്ടി പ്രത്യേക പ്രോഗ്രാമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് ലീവുള്ള ദിവസങ്ങൾ, അതായത് ഈദ് ഡേ അങ്ങനത്തെ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനത്തെ പ്രോഗ്രാമറായിട്ട് വരുന്നു. ഡൈവിങ്ങിനും
സ്നോർക്കലിംഗിനും അനുയോജ്യമായ സ്ഥലം. ജിദ്ദയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരെയുള്ള ജബൽ അൽ-ലിത്ത്. സമ്പന്നമായ സമുദ്രജീവികളും അപൂർവമായ കോറൽ റീഫുകൾ കൊണ്ട് പ്രശസ്തമാണ് ഇവിടം. ജിദ്ദയുടെ തെക്ക് ഭാഗത്തുള്ള അൽ ഫറസാൻ ബാങ്ക് ഷാർക്കുകൾ, മന്ദറേകൾ തുടങ്ങിയവ സുലഭമായി അധിവസിക്കുന്ന കേന്ദ്രവുമാണ്. ചെങ്കടൽ തീരത്ത് കണ്ടെത്തിയ ബ്ലൂ ഹോൾസ് എന്ന സമുദ്രഗുഹകൾ ഡൈവർമാർക്ക് അത്യന്തം രസകരമായ അനുഭവം നൽകുന്നു. സ്കൂബ ഡൈവിംഗ്, ഫിഷിംഗ്, കയാക്കിംഗ്, നീന്തൽ തുടങ്ങിയ വിനോദത്തിനായി പലതരത്തിലുള്ള അവസരങ്ങളും ഇതോടൊപ്പമുണ്ട്. ചെറുതും വലുതുമായ ബോട്ടുകൾ സർവീസ് നടത്തുന്നു. അവധിവേളകളിൽ ഇങ്ങോട്ട് സന്ദർശകരുടെ ഒഴുക്കാണ്. ഇനി അബഹയിലേക്കാണ് യാത്ര. പ്രകൃതി ഒരുക്കിയ അപൂർവ ദൃശ്യവിരുന്ന് കാണാം. ജക്രാന്ത മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വിസ്മയകരമായ കാഴ്ച. അറബ് ലോകത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ സൗദി അറേബ്യയിലെ അബഹ നഗരത്തിൽ വസന്തത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പ്രകൃതിയുടെ വിസ്മയകരമായ ദൃശ്യവിരുന്നൊരുക്കി ജക്രാന്ത മരങ്ങൾ പൂത്തുലഞ്ഞു. പച്ചപ്പ് വിരിച്ച മലനിരകളും പ്രകൃതി രമണീയമായ സമതലങ്ങളും കൊണ്ട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച അസീർ പ്രവിശ്യയിലെ അബഹ നഗരത്തിനിപ്പോൾ വയലറ്റും പർപ്പിളും നിറമാണ്. അബഹയിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ നീല വസന്തമാണെന്ന് പറയാം. നീലവാഗ എന്നറിയപ്പെടുന്ന ജക്രാന്ത മരങ്ങൾ അബഹയിലെ നഗരവീഥികളിലും പാർക്കുകളിലും പരിസരങ്ങളിലുമെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. വയലറ്റും പർപ്പിളും നിറത്തിൽ വെള്ള കലർന്ന വാഗപ്പൂക്കളുടെ ദൃശ്യഭംഗി അബഹയുടെ പ്രകൃതിക്കും നീലാകാശത്തിനും കീഴെ തീർക്കുന്ന നീലവസന്തം കാണാൻ വിദേശത്തു നിന്നും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്വദേശികളും വിദേശികളുമടക്കം നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂക്കുന്ന ജക്രാന്ത മരങ്ങൾ ഒരുക്കുന്ന വർണ്ണക്കാഴ്ച ആസ്വദിക്കാൻ വസന്തകാലത്ത് അബഹയിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ്. ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് കുളിർമ തേടി സുഖവാസ കേന്ദ്രമായ അബഹയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇപ്പോൾ പൂത്തുനിൽക്കുന്ന നീലവാകമരങ്ങൾ നയനാനന്ദകരമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലുള്ള അബഹയിൽ വർഷം മുഴുവൻ മഴയും മഞ്ഞുവീഴ്ചയും എല്ലാമുള്ള ശൈത്യ കാലാവസ്ഥയാണ്. നട്ടുച്ചയ്ക്ക് പോലും ശീതക്കാറ്റ് വീശുന്ന സുഖകരമായ അന്തരീക്ഷമാണ് അബഹയിലേത്. വീടുകളുടെയും സർക്കാർ മന്ദിരങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും മുറ്റത്ത് നട്ടുപരിപാലിക്കുന്ന ഈ മരങ്ങൾ ഇപ്പോൾ ഇലകൾ കൊഴിഞ്ഞ് ചില്ലകൾ കാണാനാകാത്ത വിധം പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇരുവശങ്ങളിലും ജക്രാന്ത മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന അബഹയിലെ ആർട്ട് സ്ട്രീറ്റ്, ഫ്ലവർ ഷോ ഗാർഡൻ, അസീർ ദേശീയ പാർക്ക്, അബൂ ഖയാൽ, ആൻജലസ് പാർക്ക് എന്നിവിടങ്ങളാണ് സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. ജക്രാന്ത മരങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീണ പുഷ്പങ്ങൾ നിറയുന്ന അബഹ നഗരത്തിലെ തെരുവോരങ്ങളും വീഥികളും എല്ലാ ദിവസവും വൈകുന്നേരത്തോടെ ജനനിബിഡമാകും. നീല നിറത്തിൽ മുങ്ങിയ അബഹ നഗരത്തിന്റെ ദൃശ്യഭംഗി മൊബൈലിലും ക്യാമറയിലും പകർത്തി നിരവധി ആളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു മാസത്തോളം ഇവ വാടാതെ നിൽക്കുമെന്നതാണ് ജക്രാന്ത പൂക്കളുടെ മറ്റൊരു പ്രത്യേകത. സൗദിയിൽ ഒട്ടോമൻ ഭരണകാലം മുതൽ അബഹയിൽ ജക്രാന്ത മരങ്ങൾ ഉണ്ടെങ്കിലും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരസഭാ അധികൃതർ നീലവാക മരങ്ങൾ വ്യാപകമായി വെച്ചുപിടിപ്പിച്ചത് 2 ദശാബ്ദങ്ങൾക്ക് മുൻപാണ്. അസീർ മേഖലയിലെ അബഹയിലും അൽ സുദ പർവ്വതത്തിന്റെ സമതലങ്ങളിലുമായി ഇപ്പോൾ ഏകദേശം 15,000-ലധികം ജക്രാന്ത മരങ്ങളുണ്ട്. ഇന്നിപ്പോൾ ജക്രാന്ത മരങ്ങൾ അബഹ നഗരത്തിന് മുഖമുദ്രയായി മാറിയിരിക്കുകയുമാണ്. ഞങ്ങൾ റിയാദിനാണ് വരുന്നത്. കുടുംബസമേതം ഇങ്ങനെ ഇവിടെ ഒരു ജക്രാന്ത വസന്തം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. ജിസാനിലുള്ള ഹബയിലുള്ള അസീർ പ്രവിശ്യയിലുള്ള ഈ ഒരു വസന്തകാലം നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. അത് കാണാൻ വേണ്ടിയിട്ട് കുടുംബസമേതം വന്നതാണ്. ഞങ്ങൾ നാട്ടിൽ അവധിയായത് കാരണം ഇവിടെ ഹസ്ബൻഡ് ജിസാനുണ്ട്, അവധി ആഘോഷിക്കാനായി വന്നതാണ്. അപ്പോൾ സൗദി അറേബ്യയിലെ അബഹ എന്നുള്ള ഈ പട്ടണത്തിലാണ് ജക്രാന്ത വസന്തം എല്ലാ വർഷവും ഈ ഏപ്രിൽ ലാസ്റ്റിലായിട്ട് ജക്രാന്ത
പുഷ്പങ്ങൾ നമുക്ക് ആ വൃക്ഷങ്ങൾ എല്ലാ സ്ട്രീറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അബഹ ഗവർണറേറ്റ് ജക്രാന്ത വസന്തകാലത്ത് സന്ദർശകർക്കായി അൽ മുഫ്തഹ ഗ്രാമത്തിൽ ജക്രാന്ത ഫെസ്റ്റിവലും സംഘടിപ്പിക്കാറുണ്ട്. ഓരോ സീസണിലും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് അബഹായുടെ നീലവസന്തം നുകരാൻ എത്താറുള്ളത്. ബിഗ്നോണിയേസി സസ്യകുടുംബത്തിൽപ്പെട്ട ജക്രാന്തയുടെ ശാസ്ത്രീയ നാമം ജക്കരാണ്ട മെമോസിഫോളിയ എന്നാണ്. ജക്രാന്ത ജനുസിൽപ്പെട്ട ഏകദേശം 50ഓളം മരങ്ങളും ചെടികളും ഇവിടെയുണ്ട്. തണുപ്പുള്ള പ്രദേശങ്ങളിലും മിതശീതോഷ്ണ മേഖലകളിലുമാണ് വസന്തകാലത്ത് ഇലകൊഴിക്കുന്ന ഈ മരങ്ങൾ പ്രധാനമായും വളരുന്നത്. തെക്കൻ മധ്യ ദക്ഷിണ അമേരിക്കയിൽ നിന്നുള്ള ഒരു ഉഷ്ണമേഖലാ വൃക്ഷമാണ് ഇത്. ജക്രാന്തയുടെ ജന്മദേശം തെക്കൻ ബ്രസീൽ, പരാഗ്വേ, വടക്കൻ അർജന്റീന, തെക്കൻ ബൊളീവിയ എന്നിവയാണ്. 20 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ജക്രാന്ത മരങ്ങൾ വഴിയോരങ്ങളും ഉദ്യാനങ്ങളും അലങ്കരിക്കാനായി മിക്ക വിദേശ രാജ്യങ്ങളിലും വെച്ചുപിടിപ്പിക്കാറുമുണ്ട്. ജക്രാന്ത പൂക്കൾ ചില ഔഷധങ്ങളിൽ ചേർക്കാറുണ്ടെങ്കിലും തടി പ്രധാനമായും ഇന്ധനമായാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ മൂന്നാറിലെ ജക്രാന്ത മരങ്ങളുടെ പൂക്കാലം പ്രസിദ്ധമാണ്. ജക്രാന്ത മരങ്ങൾ നിറഞ്ഞ ദക്ഷിണാഫ്രിക്കയുടെ ഭരണ തലസ്ഥാനമായ പ്രിട്ടോറിയ നഗരം ജക്രണ്ട സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. പച്ചപ്പ് പുതച്ച സൗദിയിലെ അബഹ നഗരവും ജക്രാന്ത സിറ്റി എന്നാണ് ഗൾഫ് മേഖലയിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. പരീക്ഷാകാലത്ത് പൂക്കുന്നതിനാൽ പരീക്ഷാ മരമെന്നും ജക്രാന്ത മരങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.